ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ എന്താ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങൾക്കിവിടെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും പോണു. അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ചീയപ്പാണ്, അല്ലെങ്കിൽ കലക്കി പറഞ്ഞിട്ടുള്ള അപ്പാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു കടലക്കറിയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ രാത്രി പിന്നെ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. എന്നിട്ട് രാവിലെ നമ്മൾ പച്ചരി വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ്ട് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് നമ്മൾ ഒന്നും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പാകത്തിനാക്കി എടുത്താൽ മതി. പിന്നെ കടല അതുപോലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞിടുന്നുണ്ട്, പിന്നെ ഒരു സവോളേൻ്റെ പകുതി കഷ്ണം കൂടെ അരിഞ്ഞിടും കേട്ടോ. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. കുക്കറിൽ ഒരു 4 വിസിലടുപ്പിച്ചിട്ട് മാറ്റും. പിന്നെ ഞാൻ മസാലപ്പൊടിയൊക്കെ ഇടുന്നത് ഇതിലേക്ക് വറവിട്ടെടുക്കുകയുള്ളൂ. നമ്മൾ ചെറിയുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് വറവിടുന്ന സമയത്താണ് കുറച്ച് മല്ലിപ്പൊടി, മുളകും പൊടി, ചിക്കൻ മസാല ഇത്രയും കൂടെ ചേർത്തിട്ട് വറവിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കുക്കറിലേക്ക് വെക്കട്ടെ കേട്ടോ. അപ്പോൾ അതിൽ അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് അതുപോലെ നമ്മുടെ കമൻറ്റൊക്കെ അറിയിക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത കൂട്ടുകാരോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് അറിയിക്കുകയൊക്കെ ചെയ്യണേ. അപ്പോൾ അതാ കറണ്ട് അടുപ്പിലാണ് വെച്ച് കൊടുക്കുന്നത്, കാരണം ഗ്യാസ് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ കറണ്ട് അടുപ്പിൽ അത് വെച്ച് കൊടുത്തു. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പച്ചരി അരച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം, കാരണം കുറച്ച് തിക്കായിട്ട് അതിരിക്കണം കേട്ടോ. ഇത്ര കട്ടിക്കായാൽ നമ്മുടെ അപ്പത്തിന് ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കട്ടെ കേട്ടോ ഞാനിത്. അപ്പോൾ ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വിറകടുപ്പിലാണ് ഇനി അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വെളിച്ചൊന്നും ആയിട്ടില്ല കേട്ടോ. ഒരു 4:45 ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ തീയൊക്കെ പിടിപ്പിച്ചു. അടുപ്പ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നല്ല മണ്ണ് കിട്ടാത്തതുകൊണ്ട് അടുപ്പ് ഒരു മണൽ പോലത്തെ മണ്ണാണല്ലോ ഉണ്ടായിരുന്നത്, അത് വെച്ചിട്ടല്ലേ അടുപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അടുപ്പിൻ്റെ പല സ്ഥലങ്ങളും ഇങ്ങനെ പൊടിഞ്ഞ് പോരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് വൈകുന്നേരത്ത് എനിക്ക് കുറച്ച് ഒരു കട്ട കിട്ടിയിട്ടുണ്ട്. നമ്മൾ പഴയ വീടുകളൊക്കെ കട്ട വീടുകളായിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ഒരു വീട് പൊളിച്ച് അവിടെ നിന്ന് ഒരു കട്ട ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വേണം എനിക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒന്നും കൂടെ നമ്മൾ അടുപ്പൊക്കെ ഒന്ന് തേമ്പി ഇങ്ങനെ സെറ്റാക്കി എടുക്കാൻ. അപ്പോൾ ഇപ്പോൾ ഞാനിതാ നമ്മളെ എന്താ പറയുക അപ്പം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. ചീയപ്പം അല്ലെങ്കിൽ കലക്കി പാർന്ന അപ്പം, പിന്നെ അതിന് വേറെ എന്തോ ഒരു പേരും കൂടി പറയുമല്ലോ, നീറപ്പോ അങ്ങനെ എന്തോ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ നീരപ്പോ അങ്ങനെ എന്തോ പല സ്ഥലത്തേക്കും പല പേരാവില്ലേ പറയാം. അപ്പോൾ അപ്പമൊക്കെ ഇങ്ങനെ പിന്നെ ചീയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എപ്പോഴും അടുപ്പ് തന്നെയാണ് നല്ലതല്ലേ. അപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇന്ത്യൻ്റെ ഗ്യാസ് വണ്ടി വന്നിട്ട്, ഒരാഴ്ച ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാ വരികയെന്ന് അറിയില്ല. സാധാരണ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പിന്നെ ഈ ഒരു അടുപ്പുള്ളത് കൊണ്ട് അങ്ങനെ ഗ്യാസ് ഇല്ലാത്ത വലിയൊരു ബുദ്ധിമുട്ട് അറിയണില്ല. പിന്നെ പെട്ടെന്നൊരു ചൂടുവെള്ളം അങ്ങനെയൊക്കെ ഉണ്ടാക്കാനാണ് ഞാൻ പറഞ്ഞത്, ഇൻഡക്ഷൻ കുക്കർ ഉണ്ടല്ലോ, അപ്പോൾ അതിലങ്ങനെ വെക്കുകയും ചെയ്യും. ഈ അടുപ്പ് ഉണ്ടാക്കിയത് വലിയൊരു ഉപകാരം തന്നെയായിട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഞങ്ങൾ അകത്ത് ആലുവടുപ്പുണ്ടല്ലോ അത് കത്തിക്കുന്നതിനേക്കാളും ഒന്നുകൂടെ നല്ലത് ഈ ഒരു അടുപ്പ് കത്തിക്കുന്നതാണ്. ശരിക്കും ഈ ഒരു സമയത്ത് നല്ല തണുപ്പാണെന്നല്ലേ രാവിലെ ഇപ്പോൾ, പക്ഷേ തണുപ്പ് അങ്ങനെ അറിയണില്ല കേട്ടോ, കാരണം ഈ അടുപ്പിൻ്റെ അടുത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു ചൂട്. പിന്നെ ഞാൻ അപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കടല, അതൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതൊന്ന് പിന്നെ വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ ഞാനിതാ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ചു. എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് കേട്ടോ. ഞാൻ കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പെരിഞ്ചീരകം എന്നിട്ട് പൊട്ടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഒരു ഇറച്ചിക്കറീൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. കടുക് അങ്ങനെ ഇടലില്ല. പിന്നെ ചെറിയുള്ളി ഇട്ടു. ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇടുക. ഇതിലേക്ക് മല്ലിപ്പൊടി, ചിക്കൻ മസാലയും മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കറി അങ്ങോട്ട് ഒഴിക്കും കേട്ടോ. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മളെ കറി അവിടെ സെറ്റായി. ഇപ്പോൾ എന്താണെന്നറിയോ, ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വിറകടുപ്പിൽ പിന്നെ പാത്രങ്ങൾ വയ്ക്കുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ നല്ല കരി ഉണ്ടാവും. റബ്ബർ വിറകായതുകൊണ്ട് തന്നെ നല്ല കരി ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഉരച്ച് കഴുകാൻ കുറച്ച് സമയം എടുക്കട്ടെ ഈ കരി അങ്ങോട്ട് പോകാൻ. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അടുപ്പൊക്കെ നല്ല ചൂടാണ്, പെട്ടെന്ന് എല്ലാം നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ കറിയൊക്കെ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയേ. പിന്നെ ഞാൻ ഈ അടുപ്പിൽ ഉണ്ടാക്കുന്ന ഈ പാത്രത്തോടെ ഞാൻ അകത്തേക്ക് കൊണ്ടുപോകലേ ഇല്ല കേട്ടോ. എല്ലാം ഞാൻ വേറെ പാത്രത്തിലേക്കായിട്ട് മാറ്റിയിട്ടാണ് അകത്തേക്ക് കൊണ്ടുവയ്ക്കണത്. കാരണം അല്ലെങ്കിൽ അകത്തൊക്കെ അങ്ങനെ നമ്മൾ വെക്കുന്നിടത്തൊക്കെ കരി ഉണ്ടാവുമല്ലോ.
അപ്പോൾ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഒക്കെ അങ്ങനെ പാത്രത്തിൽ നിന്ന് അങ്ങോട്ട് ഒഴിച്ചിട്ട് വേഗം അകത്തേക്ക് കൊണ്ടുവയ്ക്കും. ഇനിയിപ്പോൾ ഇതെന്താണെന്നറിയോ, ഇത് ഇന്നലെ വൈകുന്നേരത്തിട്ടോ വൈകുന്നേരത്ത് തന്നെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആവാൻ നേരത്തെ അമ്മ അങ്ങനെ എണ്ണിത്തണ്ടും അതുപോലെ തന്നെ മമ്പയറും കൂടെ ഉപ്പേരി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് ബാക്കി വന്നു. അതിൽ ഞാൻ ബാക്കിയൊന്ന് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാത്രത്തോടെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ എന്ത് ചെയ്തു, അതൊന്ന് ചൂടാക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ആ എണ്ണിത്തണ്ടും മമ്പയറും ചൂടാക്കി കഴിഞ്ഞപ്പോൾ ഞാനിതാ അതും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒഴിച്ച് വെച്ചു കേട്ടോ. പിന്നെ എന്താ പറയണത്, നമ്മളെ മീൻകറി, അയില മീൻ കറി വെച്ചതാണ്. ഇതും ഇന്നലത്താണ്. അപ്പോൾ അതും ഇനിയൊന്ന് ചൂടാക്കിയിട്ട് ആ പാത്രം കൊണ്ട് ഒഴിച്ചിട്ട് എല്ലാം ഒന്ന്, രാവിലെ നമുക്ക് അങ്ങനെയാണല്ലോ അല്ലേ, തലേ ദിവസത്തെ കറികളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമ്മളെല്ലാവരും രാവിലെ ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ടൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കില്ലേ. അപ്പം ഒക്കെ ഒന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പാത്രങ്ങളെ കൊണ്ട് ഒഴിച്ച് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ മീൻ കറിയും ചൂടായിട്ടുണ്ടായിരുന്നു. അതിനൊരു പാത്രത്തിലേക്ക് മാറ്റിട്ടോ. അപ്പോൾ ഇനി അകത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് കരി ഉണ്ടാവില്ലല്ലോ. ഇനി ഞാൻ അകത്തേക്ക് കയറി വന്നതാട്ടോ. അപ്പോൾ നമ്മുടെ കടലക്കറിയൊക്കെ റെഡിയായി. പിന്നെ ഇതാക്കണം നമ്മുടെ ഉപ്പേരി, അതും ചൂടാക്കി പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു. അങ്ങനെ അകത്തേക്ക് കൊണ്ടുവന്നാൽ കരിയൊന്നും ആവില്ലല്ലോ. പിന്നെ മീൻ കറി അതാണ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. അതും അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അപ്പമായിട്ടുണ്ട്, പിന്നെ ചായ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അരിയൊക്കെ ഇട്ട് തിളച്ചപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. ഇനിയിപ്പോൾ ഉണ്ടാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തു വിടാൻ കൂട്ടാൻ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് പുറത്ത് കുറച്ച് ചെറിയ ചേമ്പിൻ്റെ വിത്തില്ലേ, അതിരിക്കേണ്ടത് അത്രയും പാത്രങ്ങൾ കഴുകാനാണ്. ഇനി എല്ലാം ആയിട്ട് കഴുകണുള്ളൂ കേട്ടോ, പാത്രം ഒരുമിച്ച് കഴുകണുള്ളൂ. ഇത് പിന്നെ കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള താത്ത കൊടുത്തതാണ് കേട്ടോ, ചെറിയ ചേമ്പിൻ്റെ വിത്താണേ. അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഇതെല്ലാം കൂടെ ഇപ്പോൾ തൊലി കളഞ്ഞിട്ട് ഉണ്ടാക്കണില്ല. ഞാനൊന്ന് കുറച്ചുണ്ട് എടുക്കുക കേട്ടോ. കുറച്ചെടുത്തിട്ട് പിന്നെ ഒരു കറുത്തേൻ്റെ ഒരു പകുതി അവിടെ ഇരിക്കുന്നുണ്ട്, അതും കൂടെ ഇട്ടിട്ട് മക്കൾക്ക് കൊടുത്തയക്കാൻ വേഗം ഞാനൊരു കൂട്ടാൻ പോലെ ഉണ്ടാക്കണം. കറി പോലെ അല്ല കേട്ടോ, നമ്മൾ കറി പിന്നെ മോരൊഴിച്ചിട്ടൊക്കെ കറി വയ്ക്കുമല്ലോ, അത് മക്കൾക്ക് ഇഷ്ടമാണ്. പക്ഷേ ഞാനിപ്പോൾ അതിനൊന്നും സമയമില്ല. അപ്പോൾ പെട്ടെന്ന് ഞാനെന്താ പച്ചമുളക് കീറിയിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമ്മൾ വെറുതെ വറവിട്ടെടുക്കുമല്ലോ, കറിവേപ്പിൻ്റെയും കടുകൊക്കെ ഇട്ട് വറവിട്ടെടുക്കുമല്ലോ, അങ്ങനെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തു. പിന്നെ അകത്തേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. ഇവിടെ തത്തയ്ക്ക് ശരിക്കും ഇങ്ങനെ ഈ ചെറിയ ചേമ്പും അതുപോലെ കറുവത്തൊക്കെ മോരൊഴിച്ചിട്ട് വെക്കണം ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഉലുവ ഇട്ടിട്ട് വറവിടുക, അതാണ് അവൾക്ക് ഇഷ്ടം കേട്ടോ. കടുക് ഇട്ടാൽ പറയും ഇത് മൊത്തം കടുകാണോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അപ്പോൾ ഞാനിതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കുറച്ച് കടുക് ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉലുവയും കറിവേപ്പിൻ്റെ ഇട്ടിട്ട് ആണ് ഈ കറിയൊന്ന് വറവിട്ടെടുക്കണം കേട്ടോ, വെള്ളമില്ലാതെ. കാരണം അവർക്ക് ചോറിൽ ഇങ്ങനത്തെ കറികളൊക്കെ ചോറിൻ്റെ കൂടെ ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കണതാണ് ഇഷ്ടം. വേറൊരു പാത്രത്തിലാക്കി കൊടുത്താൽ അങ്ങനെ വേണ്ടാറ്, ചോറിൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ച് തിന്നാനല്ലേ. അപ്പോൾ ആ ചോറിൻ്റെ മുകളിൽ വെച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ ഒരുപാട് കറിയില്ലാതെ കുറച്ച് തിക്കായിട്ട് അങ്ങനെയായിട്ട് ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ ആ കറിയൊക്കെ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊന്ന് വറവിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡിയായി. ഒരാൾക്ക് തത്തയ്ക്ക് ഇന്ന് 7:45 ആകുമ്പോഴത്തേക്ക് പോകണം. 7:45 ആ സമയത്താണ് ബസ് വരിക. അപ്പോൾ അതുകൊണ്ടാണ് ഇവന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഇന്നത്തെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാൻ തുറന്ന് വെച്ചെന്താണെന്ന് വെച്ചാൽ ഒന്ന് ചൂടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ തുറന്ന് വെച്ചത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ ഞാൻ ഉച്ചയ്ക്കുള്ള വീഡിയോ ആണ് എടുത്തത്. അപ്പോൾ കിച്ചുമോൾ ഇന്ന് ക്ലാസ്സിന് പോയിട്ട് അവിടെ ക്ലീനിങ് ചെയ്യുന്ന ഒരു ഏട്ടൻ മരിച്ചു എന്നും പറഞ്ഞിട്ട് അവർക്ക് പിന്നെ സ്കൂളുണ്ടായിരുന്നില്ല. അപ്പോൾ മോൾ തിരിച്ച് വന്നിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്ക് കൊറിയറായിട്ടൊരു സാധനം കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു വാൾപേപ്പർ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മൾ പൂജാ റൂമായിട്ട് ഞങ്ങൾക്കില്ല കേട്ടോ, അതിനുള്ളൊരു സ്പേസും സൗകര്യം ഞങ്ങൾക്കില്ല. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ട് കയറി വരുന്ന സിറ്റ് ഔട്ടിൻ്റെ അവിടെയാണ് നമ്മൾ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ ഒരു ഫോട്ടോയും നിലവിളക്കും അങ്ങനെ വെച്ചിട്ട്. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ ഇപ്പോഴും വെച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് പൂജാ റൂമിനായിട്ട് അങ്ങനെ പ്രത്യേക സ്ഥലം എന്നല്ല, റൂമായിട്ടില്ല. അപ്പോൾ അവിടെ ഇപ്പോൾ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ നിലവിളക്ക് കത്തിക്കുമ്പോൾ അമ്മ ആ ചുമരിൻ്റെ അവിടെ അമ്മ ന്യൂസ് പേപ്പർ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നിലവിളക്കെന്നുള്ള കാര്യമൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ അങ്ങനെ വെച്ചപ്പോൾ ഒരു വൃത്തിയായിട്ട് പുറക്കി തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മീഷോയിൽ കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തതാണ് നമ്മൾ പൂജാ റൂമിൻ്റെ വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ തന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു നല്ല വാൾപേപ്പർ കിട്ടിയിട്ടോ. അപ്പോൾ ഒരു കൃഷ്ണൻ്റെയൊക്കെ ഉള്ളൊരു വാൾപേപ്പറാണേ. അപ്പോൾ അതിന്ന് വന്നിട്ടുണ്ട്. വലിയ വിലയില്ല കേട്ടോ, അതിന് ആകെ 200 താഴെയുള്ള റേറ്റ് വരുന്നത് കേട്ടോ. നല്ല ഇഷ്ടമാവുകയും ചെയ്തു. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം, അതൊന്ന് തുറന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചുമോളോട് പറയാം ഇത് എങ്ങനെയാണ് അതൊന്ന് പൊളിച്ചെടുക്കുക, ഒരു കുഴൽ അതിനകത്താണ് ഈ സംഭവം ഇരിക്കുന്നത് കേട്ടോ, കിട്ടണില്ല ഒരു വശത്ത് പൊളിച്ചിട്ടൊന്നും. അപ്പോൾ ഇതൊന്ന് തുറന്നെടുക്കട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്.
ഇതെന്താണെന്നറിയോ, ഈ ഒരു കുഴലുണ്ടല്ലോ അതിനൊരു കേടും വരാത്ത രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനീ നോക്കണത്. അത് ഈ മക്കൾക്ക് സ്കൂളിലേക്കൊക്കെ ചാർട്ടൊക്കെ ഇങ്ങനെ മടക്കി കൊണ്ടുപോകുമ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ ചാർട്ടിന് വലിയ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും വരില്ല. ഒരു ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകുമ്പോഴെന്തെങ്കിലും അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ചുരുണ്ട് പോകും. അതല്ലെങ്കിൽ ഒരു കവറിലൊക്കെ ഇട്ടിട്ട് വേണമല്ലോ കുട്ടികൾ അസൈൻമെൻറ്റും പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ. അപ്പോൾ അതിന് വേണ്ടി എടുത്തേക്കാലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചാർട്ട് ഇതിന് കട്ട് ചെയ്യാതെ അതിനകത്തുനിന്ന് എടുക്കണത് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഒരുപാട് ഇഷ്ടമായിട്ടോ എനിക്കത്. കാരണം ആ വാൾപേപ്പറും പൂജ നമ്മൾ വിളക്കത്തിക്കാൻ അവിടേക്ക് പറ്റിയൊരു നല്ലൊരു അതിനോട് നല്ല എന്താ പറയുക ഇണങ്ങി ചേർന്നൊരു വാൾപേപ്പറിൻ്റെ കിട്ടി. ഒരുപാട് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇനി ഞാനിത് അവിടെ ഒട്ടിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ ഉണ്ടാകുന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വിളക്കത്തിക്കുന്ന അവിടെ വെച്ചു എന്നുള്ളത് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഒട്ടിച്ച് വെച്ചപ്പോൾ കുറച്ച് ചുളിവുകളൊക്കെ വന്നു. കാരണം ഇത് ഒരുപാട് ഹൈറ്റിലാണ് ഇത് ഇരിക്കണത്. അപ്പോൾ ഞാനും കിച്ചുമോളും ഞാൻ പിന്നെന്താണ് പറയുക ചെയറിൽ കയറി നിന്നിട്ട് ചെയ്തെങ്കിലും ഒരാളും കൂടെ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ വേണമായിരുന്നു. അപ്പോൾ കിച്ചുമോള് എൻ്റെ ആ പൊക്കത്തിന് കിച്ചുമോളെ കിട്ടണില്ലല്ലോ. അപ്പോൾ ചെറിയൊരു ചുളിവും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് വിട്ടുനിന്ന് നോക്കുമ്പോൾ അറിയണില്ല. ഏകദേശം ആ ഒരു പിക്ചറിൻ്റെ ആ മരത്തിനുള്ള ചുളിവും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അത്ര അത് അറിയണില്ല കേട്ടോ. പിന്നെ ഇതേ പിറ്റേ ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് ഇതുപോലെ, അന്നത്തെ വീഡിയോ അല്ല പിറ്റേ ദിവസത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഈ കാണിക്കണത്. അത് ഞങ്ങൾ ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഓൾറെഡി ഞാൻ മുമ്പ് ബിരിയാണിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഞാൻ അതിലാണ് ഉൾക്കൊള്ളിച്ചത് മാത്രം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും